ഹലോ, ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു മണി സേവിങ് ബോക്സ്. അതിൻ്റെ പ്രൈസ് കണ്ടാലോ ആ ഒരു പൈസ നമുക്ക് ഇതിൽ ഇടാനുണ്ടാവുമെന്ന് പോലും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ബോക്സ് എടുക്കുക, ഏതൊരു ബോക്സ് ആണെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് അതിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് പൈസ ഇടാനായിട്ട് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലത്തെ ഒരു വുഡൻ തീമിലുള്ള മണി സേവിങ് ബോക്സ് അല്ല ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് ഒരു പർപ്പിൾ തീമിലുള്ള മണി സേവിങ് ബോക്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു പേപ്പറിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടി ഒന്ന് എഴുതി ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടി ഒട്ടിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഇതിലിടുന്ന എമൗണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ നമ്മളത് വെട്ടിക്കളയും. അത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉള്ളതുകൊണ്ട് അത് വെട്ടിയാലും അത് മായ്ച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് റീയൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇതിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അത് ക്യൂട്ടായി. ഇതേപോലെയാണ് അതിൽ നമ്മൾ എത്രയാണോ ക്യാഷ് ഇടുന്നത് അത് ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. അതും പർപ്പിൾ കളറിൽ തന്നെയാണ് ഞാൻ വെട്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഭയങ്കര ഈസി ആയിട്ട് ഇതേപോലത്തെ ഒരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം.